ഹലോ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. ഈ സന്തോഷത്തിന് അല്പം മധുരം പകർന്നാലോ? അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് കേക്ക് കഴിക്കാനായിട്ട് അതിയായ ആഗ്രഹം ഉണ്ടായത്. നമ്മൾ ഷുഗർ കട്ടിലാണേ, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ക്രേവിങ്സ് വരും, സ്വാഭാവികം. അങ്ങനെ ഒരുപാട് നേരത്തെ ഗൂഗിൾ റിസർച്ചിന് ശേഷം ഞങ്ങൾ ആ കട കണ്ടുപിടിച്ചു. അതാണ് ഡങ്കൽ ബ്രൗൺ. 11 മണിക്ക് കട ക്ലോസിംഗ് ആണ്. എങ്കിലും റിസ്ക് എടുത്ത് നമ്മൾ 10:20 ആയപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഡെസ്റ്റിനേഷനിലെത്തിയപ്പോഴാണ് കുട്ടിമമ്മ ഞാൻ ഞെട്ടി, ശരിക്കും ഞെട്ടി. അവിടുത്തെ ആംബിയൻസ് കണ്ടിട്ടേ അടിപൊളിയായിരുന്നു മോനെ. അവിടെ കേക്ക്സ് മാത്രമല്ല, ബ്രെഡ്, കുക്കീസ്, കൂൾ ഡ്രിങ്ക്സ്, ചോക്ലേറ്റ്സ്, നംകീൻസ്, അങ്ങനെ ഒരുപാട് ബർഗർ, പേസ്ട്രീസ്, ബണ്ണ്, ക്രീം ബണ്ണുകൾ, സാൻഡ്വിച്ചസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ്. അത് പേരെടുത്ത് പറയുന്നതിൽ നല്ലത് അത് കാണുമ്പോൾ ഉള്ള ആ ഒരു വൈബുണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. അവരുടെ ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. നമുക്കങ്ങനെ വാങ്ങാനായിട്ട് തോന്നും, അത്രയ്ക്ക് സൂപ്പറായിട്ടാണ് അവരത് പ്രസൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ കയറി വന്നത് കറക്റ്റ് ടൈമിലായതുകൊണ്ട് തന്നെ അവിടുത്തെ ഒട്ടുമിക്ക സാധനങ്ങളും കാലിയായിട്ടുണ്ടായിരുന്നു. അവർ കട പൂട്ടാനായിട്ട് റെഡിയായി നിൽക്കുന്നതായിരുന്നു. പിന്നെ വന്ന് കയറിയ മഹാലക്ഷ്മിയെ എന്തിനാ കാലുവെച്ച് തൊഴിച്ച് കളയുന്നതെന്ന് ആലോചിച്ചിട്ടായിരിക്കും നിങ്ങൾ ഇരുന്ന് കഴിച്ചോളൂ എന്ന് അവർ പറഞ്ഞത്. ചോക്ലേറ്റ് ലവറായ ഞാൻ ചോക്ലേറ്റ് ക്രഞ്ചി പേസ്ട്രീനെ ഓർഡർ ചെയ്ത് കഴിച്ചു. അടിപൊളിയായിരുന്നു മോനെ, ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ പ്രൈസിങ് ആയിരുന്നു കേട്ടോ. ഭയങ്കര റീസണബിൾ പ്രൈസാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാ ബേക്കറിയിൽ ചെന്നിട്ട് നമ്മളൊരു പേസ്ട്രി വാങ്ങിച്ചാൽ എത്ര കാശാവുള്ളൂ, അത്രേ ഉള്ളൂ. ഇത്രയും ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ ഞാൻ ഒരുപാടൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ എനിക്ക് ഭയങ്കര റീസണബിൾ റേറ്റ് ആയിരുന്നു. അത് അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. പ്രൈസിങ് കുറവാണെങ്കിലും അവരുടെ ക്വാണ്ടിറ്റിയുടെയും ക്വാളിറ്റിയുടെയും കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അത്രയും ടേസ്റ്റിയും ഹൈജീനായിട്ടാണ് അവർ തരുന്നത്. ഇവർക്ക് ഇവിടെ ചെറിയ ചെറിയ പാർട്ടി സെലിബ്രേഷൻസ് ഒക്കെ നടത്താനുള്ള സൗകര്യമുണ്ട്. ഇതിന് മേലെയും ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നമുക്ക് കുറച്ച് പാർസൽ, കുറച്ച് ബ്രെഡ്, കുക്കീസ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ ഇറങ്ങി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാം കേട്ടോ. അതിനൊരു മടിയും കാണിക്കണ്ട. ആൻഡ് ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.